ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജിലെ കുറച്ച് വൈകുന്നേര കാഴ്ചകളാണ് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്ലോബൽ വില്ലേജിലെ വളരെ അതിമനോഹരമായ കുറച്ച് ലൈറ്റുകളും കുറച്ച് കാഴ്ചകളും ഒക്കെ നമ്മൾ ഇന്ന് കാണുകയാണ്. നല്ല പുറമേ നമ്മളങ്ങോട്ട് വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ കളർ ലൈറ്റുകളൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ദൂരക്കാഴ്ചയ്ക്ക് തന്നെ വളരെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ അടുത്തോട്ട് പോയി ഇനി അതിൻ്റെ അടുത്തുള്ള ഭംഗിയും കൂടെ ഒന്ന് ആസ്വദിച്ച് നോക്കട്ടെ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രണ്ട് ഗേറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിലേക്കൂടെ നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ പവലിയനാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആദ്യം തന്നെ ഗേറ്റിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റിലെ ഇന്ത്യൻ പവലിയനാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഇന്ത്യൻ പവലിയനാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ പവലിയൻ. അങ്ങനെ നമ്മൾ കുറച്ച് നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടു. പഞ്ചാബി, രാജസ്ഥാനി, അങ്ങനെ വിവിധ ഭാഷക്കാരുടെ ഡാൻസുകളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നല്ല മനോഹരമായ കുറച്ച് ആർട്ട് വർക്കുകൾ എങ്ങനെ ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ഒറിജിനാലിറ്റിയാണ്. നമ്മൾ കണ്ടാൽ ഇങ്ങനെ നോക്കി നിന്ന് പോകുന്ന വർക്കുകളാണ്, ഒരു രക്ഷയില്ല. അതിമനോഹരമായ വർക്കുകളാണ്. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. ഇങ്ങനെ ഓരോ രാജ്യക്കാരുടെയും വ്യത്യസ്തമായ പവലിയനുകൾ, നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകൾ. ഇത് നമ്മളെ ഇന്ത്യൻ പവലിയനിൽ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് അതിലേക്ക് ഇറങ്ങുമ്പോൾ ഖത്തർ, അങ്ങനെ ഖത്തറിൻ്റെ പവലിയന്, അങ്ങനെ ഗൾഫ് ഒരുപാട് രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളെയും ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഖത്തറിൻ്റെ പവലിയനാണ്. ഖത്തറിൻ്റെ പവലിയൻ അകത്ത് കയറിയില്ല, ഇങ്ങനെ സൈഡിൽ കൂടെ നടന്ന് പോവുകയാണ്. എല്ലാത്തിലൊന്നും നമ്മൾ കയറി നടക്കാൻ നിന്നാൽ ഒരു ദിവസം ഫുള്ള് കറങ്ങിയാലും തീരാത്ത അത്രയും കാഴ്ചകളുണ്ട് അതിനകത്ത്. നമ്മളെ വൈകുന്നേരം കുറച്ച് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് നമുക്കിവിടെ നിൽക്കാനുള്ളത്. അപ്പോൾ കറങ്ങാൻ സമയം കിട്ടുള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ കാണുന്നു. പക്ഷേ നല്ല വൈകുന്നേരം ഈ ലൈറ്റിൻ്റെ ഈ ഒരു ഇതും പിന്നെ ഈ അതിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ കൊണ്ട് വളരെ ഒരു ഭംഗിയാണ് കാണാൻ. രാത്രിയാണ് കാഴ്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഭംഗി. ഇത് പലസ്തീൻ്റെ പവലിയനാണ്. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. നല്ല വ്യത്യസ്തമായ പല പല കളറുകളിലുള്ള ലൈറ്റുകളും അതിനനുസരിച്ചുള്ള വാട്ടർ ഡാൻസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഈ ദുബൈയിൽ, ഷാർജയിൽ, UAE ഉള്ളവർ ഒരു തവണയെങ്കിലും കഴിയുമെങ്കിൽ ഗ്ലോബൽ വില്ലേജൊക്കെ ഒന്ന് സന്ദർശിക്കുക. വളരെ ചെറിയ ഇതേ ഉള്ളൂ. നോർമൽ അവധിയല്ലാത്ത ദിവസം 20ഉം അവധിയുള്ള ദിവസം 25ഉം ഒക്കെയാണ് ഇതിൻ്റെ എൻട്രി ഫീസ്. പിന്നെ അകത്ത് നമ്മൾ ഓരോന്നിലും വ്യത്യസ്തമായിട്ട് കയറുന്ന നമ്മൾ ഓരോ കളി ഉപകരണങ്ങളിലൊക്കെ കയറുന്നതിന് പ്രത്യേക പൈസകളുണ്ടാവും, ഫീസ് അതുണ്ടാവും. പക്ഷേ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നതിന് ആകെ നമുക്ക് 20 രൂപയും 25 രൂപയാണ് അതിൻ്റെ എൻട്രി ഫീസായിട്ട് വരുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല. 20ഓ 25ഓ കൊടുത്താലെന്ന് പറഞ്ഞാൽ കാണാൻ അതിമനോഹരമായ കാഴ്ചകളും ഒരുപാട് കാഴ്ചകളും ഉണ്ട്. അതുകൊണ്ട് പൈസയ്ക്ക് മുതലാണ്. ധൈര്യമായിട്ട് നിങ്ങൾ വിട്ടോളൂ. ഒരു നല്ല പ്രത്യേക ഒരു വൈബാണ്. അതായത് കളർ കാണാൻ തന്നെ ഒരു എന്താ ഭംഗിയാണ്. ഒരു ഒന്നും പറയാനില്ല. അതിമനോഹരമായ കാഴ്ചകൾ. ലൈറ്റ് അറേഞ്ച്മെൻറ്റിങ്ങിൻ്റെ ഒരിതാണ്, നമുക്ക് ഒന്നും പറയാനില്ലാത്തത്. അതിനനുസരിച്ച് നല്ല വാട്ടർ ഡാൻസും ഒക്കെ മ്യൂസിക്കുകളെല്ലാം നല്ല
വ്യത്യസ്തമായ രീതിയിലുള്ള മ്യൂസിക്കുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ഓരോ രീതിക്ക് അങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പൊങ്ങി ചാടി കളിക്കുക. വല്ലാത്ത ഒരു ഭംഗി തന്നെയാണ് അത് കാണാൻ. ആ കളർ ലൈറ്റുകളും വ്യത്യസ്തമായ രീതിയിലുള്ള കളർ ലൈറ്റുകളും അതുപോലെ രാത്രി ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറാണ് നമുക്കവിടെ കിട്ടുന്നത്. നല്ല ഒരു ഭംഗി കാണുന്നതിനും കേൾക്കുന്നതിനുമൊക്കെ. ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല, വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് നമ്മുടെ ചൈനയുടെ പവലിയനാണ് കാണുന്നത്. ചൈന ഇന്ന് ലോകം മുഴുക്ക ചൈനൻ ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിലുള്ളത്. ചൈന എന്ന് പറയുന്നത് നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്ത അതൊക്കെ അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണാം. ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ റെഡിയാക്കി ആ ഡെമോ വെച്ചിരിക്കുന്നത് എൻ്റെ അകത്തൊന്നും ഒറിജിനൽ ഐസ്ക്രീം തന്നെയാണെന്ന് തോന്നുന്നു. അതുപോലെയാണ് എൻ്റെ ഡെമോയൊക്കെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിനായിട്ട് ഒമാൻ്റെ പവലിയൻ നമുക്ക് കാണാം. ഒമാൻ്റെ പവലിയനും വളരെ നല്ല മനോഹരമായ പവലിയൻ തന്നെയാണ്. ഒരു വ്യത്യസ്തമായ കളറുകൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടും ഒക്കെ അവരും ഇതാക്കിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ പുറമേ ഇങ്ങനെ കാണുകയാണ്. നമ്മളതിൻ്റെ അകത്തേക്ക് കയറി കാണാനും ഉണ്ട്. നമ്മളിതിൻ്റെ പുറമേ തന്നെ ഇങ്ങനെ കാണിച്ച് പോകണം. ഇനി അകത്തൂടെ കറങ്ങി വരാം, ഒന്നുകൂടെ കറങ്ങി വരാം. റെയിൽവേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീമിൻ്റെ തന്നെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒമാൻ്റെ കവാടമാണ് നമ്മളെ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ പവലിയൻ നമുക്ക് കാണാം. ഓരോരോ പവലിയനും ഓരോ രീതിയിലുള്ള വ്യത്യസ്തതകളാണ്. നമ്മൾ എല്ലാം ഒരുപോലെയല്ല, എല്ലാം നല്ല വളരെ വ്യത്യസ്തമായ ലൈറ്റുകളും വ്യത്യസ്തമായ രീതിയിലുള്ള വർക്കുകളും കൊണ്ട് ഓരോരുത്തരുടെ രാജ്യത്തിൻ്റേതായിട്ടുള്ള ഒരു ഇത് വെച്ചാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിനകത്തും അതുപോലെ തന്നെ ഓരോരോ രാജ്യക്കാരുടെ സാധനങ്ങളാണ്, ഓരോരോ അവിടെ മെയിനായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. തുണികളാണെങ്കിലും മറ്റേ പേന് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അകത്ത് നമുക്കങ്ങനെ ഒരുപാട് വീഡിയോ എടുക്കാനുള്ളൊരു അസൗകര്യമുണ്ട്. കാരണം ആൾക്കാരൊക്കെ തിങ്ങി നിൽക്കുന്നുണ്ട്. നമുക്കങ്ങനെ അവരെ ഇതാക്കിയിട്ട് വീഡിയോ പിടിക്കാനൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. ഒരു കുതിര ഇങ്ങനെ കളിച്ച് പോകുന്നത് അതിങ്ങനെ ഒരു പ്രത്യേക ഒരു ഭംഗി. ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒറിജിനാലിറ്റിയാണ്. അതിൽ കുതിരപ്പുറത്തിരുന്ന് പോകുന്നതിനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ഓടി പോകുമ്പോൾ തന്നെ ഇങ്ങനെ ചലിച്ച് പോവുകയാണ്. കറങ്ങുന്നതനുസരിച്ച് നമ്മൾ കുതിരയ്ക്ക് ഇരുന്ന് പോകുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ഒരു അറേഞ്ച്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, പറയാതിരിക്കാനൊരു നിവർത്തിയില്ല. ഇത് നമ്മളെ അതിനടുത്തായിട്ട് നമ്മൾ വേറെ ഒരു ഹൊറർ ഇതാണ്. അതിനകത്ത് കയറിയാൽ ഭയങ്കര പേടിയാവാന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. ഞാൻ കയറിയില്ല. ഏതായാലും സോഫിയർ വളരെ നല്ല ഇതുണ്ട്. എൻ്റെ ആ സൈഡിനൊക്കെ വരുമ്പോൾ തന്നെ ഒരു പേടിയുള്ളൊരു അന്തരീക്ഷം ഉണ്ട്. അതിനകത്ത് കയറിയാൽ നല്ല ഒരു ഇതുണ്ടാവുമെന്നാണ് പറയണത്. വിളിയും ബഹളമൊക്കെ ഉണ്ടാവും കേട്ടാ. വളരെ വ്യത്യസ്തമായ കളറിലൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു കറക്ക് ലൈറ്റ്. ഇതിപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ കയറ്റി ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എടുത്തൊരു കറക്കുണ്ടത്. കുട്ടികളന്മാർ ഒക്കെ ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരിപ്പോൾ എത്തിക്കഴിഞ്ഞാൽ കറക്കും. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കിയിട്ട് വരാം. അടുത്ത ഒരു ഇതുകൂടെ നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടെയും അതുപോലെ ഓരോരോ കറങ്ങാനും. ഇത് കൊച്ചുങ്ങൾ കളിക്കുന്ന ഒരു ഇതാണ്. ഇങ്ങനെ നമുക്കൊരു ചെറിയ തൊപ്പിക്കുട, മറ്റൊരു കുട, ഒരു കൊച്ച് അതിൻ്റെ എൻഡിലൊരു കൊച്ചു കുട വെച്ചിട്ടുണ്ട്. അത് വെച്ചിങ്ങനെ കോരിയെടുക്കണം. അപ്പോൾ ഒരേ ഐറ്റം കളർ കൂടുതൽ വന്നാലേ അതിനനുസരിച്ച് പ്രൈസ് കൊടുക്കും.
അതിങ്ങനെ കൊച്ചുങ്ങളാണത് കോരുന്നത്. അതിനകത്ത് ഇങ്ങനെ കൊച്ച് ഇത് വെച്ചാൽ എത്ര കൂടുതൽ നമുക്കതിൽ കോരിയെടുക്കാൻ പറ്റുമോ, അത് ഒരു കളർ തന്നെ കൂടുതൽ വന്നാൽ, ഒന്നിലധികം വന്നാൽ അതിനനുസരിച്ച് പ്രൈസ് ഉണ്ട്. അങ്ങനെ കോരിയെടുക്കുമ്പോൾ മിക്കവാറും ഒരു കളർ തന്നെ കിട്ടാൻ പാടാണ്. പല കളറിലുള്ളതല്ലേ ഇങ്ങനെ ഒഴുകി വരണം. ഒരു കളറിൽ ഒന്നിലധികം വരണം, എന്നാലാണ് പ്രൈസ് കിട്ടൽ. ചെറിയൊരു കൂടെ അതിനകത്ത് വെച്ചിട്ടുള്ളൂ. അപ്പം ഒരെണ്ണം കോരിയാൽ പൈസ കിട്ടില്ല. ഒരു ഇത് ടോക്കൺ എടുത്താൽ 3 തവണ മറ്റും കോരാമെന്ന് എനിക്ക് തോന്നുന്നു. 3 തവണ കോരാം. അതിൽ കൂടുതൽ എത്ര വന്നാൽ, ഒന്നിലധികം കളർ കൂടുതൽ വന്നാൽ അതിനനുസരിച്ച് ചെറിയ ചെറിയ പ്രൈസുകളാണ്. കൊച്ചു ടെഡി ബിയറൊക്കെയാണ് കൊടുക്കുന്നത്. കൊച്ചു പാവകളും കൊച്ചു സമ്മാനങ്ങളൊക്കെ കൊടുക്കും. കൊച്ചുങ്ങൾക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. നമ്മളെ മറ്റേ ബെൽറ്റിട്ട് വെച്ച് പറഞ്ഞ സാധനം കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതൊരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ കറക്കം. ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞ് പൊങ്ങി കറങ്ങിയൊക്കെ വരും. അതിനകത്തൊക്കെ ഇരിക്കണവരൊക്കെ ഉയിര് പേടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പേടിച്ച് വിളിയുമുണ്ട്. ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ കൂടെ. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു കളർ ലൈറ്റിങ്ങും കറക്കുന്ന ഒരു സ്പീഡ്, നല്ല സ്പീഡിന് കറങ്ങുന്നുണ്ട്. ഇങ്ങനെ മുകളിൽ നിന്ന് പൊങ്ങി താങ്ങി ഒരറ്റം ചരിഞ്ഞൊക്കെയാണ് കറങ്ങി വരുന്നത്. വളരെ നല്ല രസമുണ്ട് അതിൻ്റെ ഒരു കറക്കവും കാര്യങ്ങളൊക്കെ കാണാൻ. നമ്മളിതിനകത്ത് ഇങ്ങനെ കയറി നടന്നാൽ സമയം പോകണോ അറിയില്ല. അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ ഓരോരോ ടൈമിൽ ഇങ്ങനെ കറങ്ങി പൊങ്ങി നല്ല രസമാണ് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാൻ. ഇത് വേറൊരു നമ്മളെ എന്താ പറയുക, ഊഞ്ഞാൽ പോലത്തെ ഒരു സംഭവം തന്നെയാണ്. ഇതിങ്ങനെ പൊങ്ങുന്നതനുസരിച്ച് കറങ്ങുന്ന, ഇതിങ്ങനെ കറങ്ങിയാണ് പൊങ്ങുന്നത്. പൊങ്ങുമ്പോൾ കറങ്ങുന്നതനുസരിച്ച് ഈ സാധനം കൊണ്ടങ്ങ് വിരിയും. അതിൻ്റെ എൻഡിലത്രയും ആൾക്കാരുണ്ടാവില്ല. മുന്നും കറങ്ങുന്നതിൻ്റെ എൻഡിലൊക്കെ ആൾക്കാരിരുന്ന് വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്. ഒരു വല്ലാത്ത ഒരു ഫീല് തന്നെയാണ് അത് കാണാൻ. ഇങ്ങനെ സ്പീഡിന് കറങ്ങി പൊങ്ങി, നല്ല ഹൈറ്റുണ്ട്, നല്ലൊരു ഹൈറ്റിലാണ് പൊങ്ങി പോകുന്നത്. നല്ല ഒരു രസകരമായ കാഴ്ചയാണ്. ചെറുതായിട്ടൊന്ന് സ്ലോ ആവുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് സ്ലോ ആയിട്ടുണ്ട്. തിരിച്ചിറങ്ങാനാണ്, സ്ലോ ആക്കിയിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. ഈ സാധനം ഒന്ന് ഇരിഞ്ഞ് ഒറ്റ ഇതായിട്ട് നിന്നതാണ്, ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ജീവനുണ്ടോ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒക്കെ ചെറിയ അനക്കവും ആവിയൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഉണ്ട്, ആൾക്കാരൊക്കെ നല്ല ഇതായിട്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് വേറൊരു സ്കെയില് പോലൊരു സാധനം. അതിൻ്റെ ഹൈറ്റും അതിൻ്റെ കറങ്ങുന്ന ഒരു രീതിയൊക്കെ കണ്ടാൽ ഒന്നും പറയണ്ട. ഒരു സ്ട്രെയിറ്റ് പൊസിഷനിൽ നിർത്തിയിട്ട് ഒരൊറ്റ കറക്കാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സ്പീഡ് കയറി വരാനുണ്ട്. രക്ഷയില്ല, നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറയിലൊന്നും കിട്ടൂല, അത്രയ്ക്ക് ഹൈറ്റുള്ള സാധനമാണ്. വല്ലാത്ത സാധനം തന്നെയാണ്. ഇതിലൊക്കെ കയറി ഇരുന്ന് പോകുന്ന ആൾക്കാരെ മനസ്സ് ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ലാത്ത സംഭവം തന്നെയാണ്. ഇത് കൊച്ചുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കാറുകളൊക്കെ നല്ല രസമാണ്. നല്ല ഇങ്ങനെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇടിച്ച് കളിക്കാം. അതിൽ ഇടിക്കാതെ ഓട്ടിക്കലാണ് ശരിക്കും ഇത്. പക്ഷേ ഇത് ഇവരിങ്ങനെ എല്ലാവരും ഒക്കെ മാക്സിമം ഒക്കെ ഈ കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ ഇടിച്ച് കളിക്കലാണ് അവരുടെ ഒരു രസം. പക്ഷേ അതിൽ ഇടിക്കാതെ ഓട്ടിക്കണം, അതാണ് ഒരു ഇതെന്ന് പറയണത്. കൊച്ചുങ്ങളെ അല്ലേ, അവർക്ക് കൊച്ചി അങ്ങോട്ടും ഞെട്ടൊക്കെ വന്ന് ഇടിച്ച് ഒക്കെ നിൽക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല രസമുള്ള ഒരു ഇതാണ്. ഇങ്ങനെ കാറ് ഓട്ടിക്കുക, കൂട്ടിമുട്ടുക, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മളതൊക്കെ കണ്ടടുത്ത് നമ്മൾ അമേരിക്കയുടെ പവലിയനാണ് കാണുന്നത്. അത് കുറച്ചും കൂടെ നല്ല കളർഫുള്ളായിട്ട് കുറച്ച് ഒരു പ്രത്യേകത തന്നെയാണ്. യൂറോപ്യൻ കൺട്രീസ് ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് അതിന് അവരെ പവലിയനുമുണ്ട്.
കൊറിയ, അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് കൊറിയയുടെ പവലിയൻ കാണാം നമുക്ക്. എല്ലാം നല്ല അടിപൊളി തന്നെയാണ്, ഒന്നും പറയാനില്ല. വ്യത്യസ്തമായ നല്ല അടിപൊളി കളറുകളാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുന്നവരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ പ്ലീസ് ദയവായി നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളിയായിട്ടുള്ള അതിനപ്പുറത്ത് പരിപാടി നടക്കുന്നുണ്ട്. നല്ല എന്തോ പരിപാടി, സ്റ്റേജ് നല്ലതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പരിപാടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. നല്ല ഇതിൻ്റെ അകത്തൊക്കെ നല്ല അടിപൊളി കളർ ലൈറ്റുകളും, ആൾക്കാരൊക്കെ നല്ല തിരക്കുണ്ട്. വൈകിട്ടാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. വൈകിട്ടാണ് എല്ലാവരും ഒക്കെ ഇറങ്ങുന്നത്. ഇത് അവധി ദിവസമല്ല, നോർമൽ ദിവസമാണ്. അവധി ദിവസമാകുമ്പോൾ ഭയങ്കരമായ തിരക്കായിരിക്കും. ഇപ്പം നോർമലായിട്ടുള്ളൊരു ദിവസമാണ് നമ്മൾ പോയത്. അനിയനും അനിയൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അപ്പം അവരെ കൂടെ അവർ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് UAE 10 വർഷമായി. ഇതുവരെ നമുക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് ഒന്ന് ഗ്ലോബൽ വില്ലേജിൻ്റെ അകമൊക്കെ ഒന്ന് കയറി കാണാൻ പറ്റിയത്. അനിയനും വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു കൂടെ ഒന്ന് പോകാനൊരു കൂടെ പോയതാണ്. ഏതായാലും നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഇനിയും പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, വൈകുന്നേര കാഴ്ചകൾ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ മറ്റു സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ കൂടെ നിൽക്കുക. വ്യത്യസ്തമായ നല്ല അടിപൊളി മറ്റ് വീഡിയോകളുമായിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബായ്. ഇവിടെ ഗാനമേള തുടങ്ങിയിട്ടില്ല. പരിപാടി തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. നല്ല അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട്. നല്ല കൊച്ചു ട്രീ സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. വല്ലാത്ത ഒരു ഭംഗിയാണ്. എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത ഒരു അനുഭൂതിയാണ് നമുക്കിവിടെ ഉള്ളത്. ഒരു രക്ഷയില്ല, വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാമുകളാണ്, അടിപൊളി പരിപാടികളാണ്.